പ്രിയപ്പെട്ടവരെ, ഞാൻ അഷ്റഫ് കാവശ്ശേരി. ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് രണ്ട് ആഘോഷമാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ. മറ്റൊന്ന് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ. ഇതിൽ ചെറിയ പെരുന്നാളാണ് ഇന്നേ ദിവസം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക്. ഈ ആഘോഷത്തിന്റെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന അവർക്കുണ്ടായിരുന്നു. അത് നോമ്പ് എന്നുള്ള ഒരു ആരാധനയാണ്. ഈ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിയുകയും ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ്. സ്വന്തം ശരീരത്തെ അഴുക്കുകളിൽ നിന്നും തിന്മകളിൽ നിന്നും തടഞ്ഞ് നിർത്തുന്ന ഒരു സംഗതി കൂടിയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് ഒരു പരിച എന്നാണ് വിശ്വാസികൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ നോമ്പ് പൂർത്തീകരണത്തിന് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. 30 ദിവസത്തെ നോമ്പ് നോറ്റതിന് ശേഷം വരുന്ന ഒരു ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ആ ഈദുൽ ഫിത്തറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോമ്പ് നൽകുന്ന മുഴുവൻ വ്യക്തികൾക്കും, അതായത് മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ ഒരു കർമ്മമായി ആണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിനുണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ പരിഹരിക്കപ്പെടുകയും ആ ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ ആണ് നോമ്പ് പൂർത്തീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ വ്യക്തികളും നിർബന്ധം ദാനമാക്കിയ ആ ഫിത്ർ സക്കാത്തിലൂടെ ഒരുപാട് ആളുകളുടെ പട്ടിണി മാറുവാനുള്ള ധാന്യങ്ങളാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഫിത്ർ സക്കാത്തിന് ഉദ്ദേശിക്കുന്നത് ഒരു സാദ് ധാന്യം, അത് ഒരു സാ എന്ന് പറഞ്ഞാല് 2 കിലോ 400 ഗ്രാം മുതൽ 2 കിലോ 700 ഗ്രാം വരെയാണ് അതിന്റെ അളവ്. ഇത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. നമ്മളുടെ എന്താണോ പ്രധാനപ്പെട്ട ആഹാരം അതാണ് ധ്യാനം ചെയ്യപ്പെടേണ്ടത്. അത്തരത്തിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ആഹാരമായ അരിയാണ് കേരളത്തിൽ ദാനം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഓരോ മുസ്ലിം മതവിശ്വാസികളുടെയും ഫിത്ർ സക്കാത്ത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ടൺ കണക്കിന് ധാന്യം, ടൺ കണക്കിന് അരിയാണ് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ള വളരെ പോസിറ്റീവായ ഒരു വശമാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ കാർഷിക വൃത്തിക്ക് വളരെ പ്രോത്സാഹനജനകമാണ് ഇത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് വശമുള്ള ഒരു സംഗതി അവിടെ നടത്തപ്പെടുന്നതോടുകൂടി ഒരുപാട് മനുഷ്യരുടെ വിശപ്പിന് പരിഹാരമാവുകയാണ് ഈദുൽ ഫിത്തർ എന്ന ആഘോഷം കൊണ്ട് നടത്തപ്പെടുന്നത്. ഇതിനു മുമ്പ് നടന്ന നോമ്പ് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ആരാധനയാണെങ്കിൽ ആ ആരാധനയുടെയും ഒരു ആഘോഷം നടക്കുന്നുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ വിശപ്പ് നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ അവന് ആഹാരം കൊടുക്കണം എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ആ വിശപ്പിന്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മളുടെ മുമ്പിൽ നിഷ്പ്രഭമായി പോവുകയാണ്. അപ്പോൾ പരമാവധി ആളുകൾക്ക് സഹായം ചെയ്യണം എന്നും അത്തരത്തിൽ സഹായം ചെയ്യുന്ന ഒരു അവസ്ഥ നോമ്പ് കാലത്ത് ഉണ്ടാകാറുണ്ട്. കാരണം നോമ്പ് രാവിൽ 27-ാം രാവ് മുതൽ 21-ാം രാവ്, 22-ാം, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, ഇത്തരത്തിൽ ഉള്ള രാവുകൾ നോമ്പിന്റെ പിറ്റേ ദിവസമുള്ള ഈ വളരെ പ്രധാനപ്പെട്ട രാവുകളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വിശ്വാസികൾ ആചരിക്കുന്നു. ഒരുപാട് ദാനധർമ്മങ്ങൾ അധികരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ആരാധനയിൽ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ് നടക്കുന്ന ഈ ആഘോഷത്തിൽ ഫിത്ർ സക്കാത്ത് എന്നുള്ള ആരാധന, വിശക്കുന്നവന്റെ വിശപ്പിന് ശമിപ്പിക്കുവാൻ പോകുന്ന ധാന്യം അവിടെ വിതരണം ചെയ്യപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു നല്ലൊരു ആരാധന കർമ്മമാണ് ഈദുൽ ഫിത്തർ. ആ ഈദുൽ ഫിത്തർ ദിനത്തിൽ ടൺ കണക്കിന് ഉള്ള അരി ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ള പോസിറ്റീവായ ഒരു വശമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ആരാധനാ കർമ്മങ്ങൾ ഫലപ്രദമാവുകയും അത് മറ്റുള്ള ആളുകൾക്ക് സഹായകരമായി തീരുകയും ചെയ്യുന്ന ഒരു ആഘോഷമാക്കി തീർക്കുന്ന ഈദുൽ ഫിത്തർ ദിനത്തിൽ എല്ലാ നല്ലവരായ ആളുകൾക്കും എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.